ശരിക്കും എന്താണ് ഈ മുട്ടുവേദനയും വയറും തമ്മിലുള്ള ബന്ധം? എങ്ങനെയാണ് മുട്ടുവേദന ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഗ്യാസിന്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക് പലപ്പോഴും മുട്ടുവേദന ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് പല ആൾക്കാർക്കും അറിയില്ല. ഈ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ചീത്ത ബാക്ടീരിയകൾ അധികമാകുമ്പോൾ നമ്മൾ ഫ്രീ റാഡിക്കൽ റിലീസ് ആവാനും അതുവഴി ബോഡീൻ്റെ പല സ്ഥലത്തും ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടാവാനും ഒരു കാരണം. ഇങ്ങനെ നമ്മുടെ മുട്ടിൽ നീർക്കെട്ട് വരുമ്പോഴാണ് പിന്നെ നമുക്ക് മുട്ടുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പം ഈ പറഞ്ഞ പ്രശ്നങ്ങളല്ലാതെ താരൻ, മുഖക്കുരു, ഈ മുട്ടുവേദന എന്നൊക്കെ പറഞ്ഞല്ലോ, ഇതല്ലാതെ ക്ലിനിക്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് പൈൽസ് ആണ്. പല ഉം. ആളുകളും നമ്മളോട് പറയാൻ മടിക്കുന്ന, ഒന്ന് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അത്രയും വേദനയോടെ വരുന്ന പേഷ്യൻസ് നമുക്കുണ്ട്. അപ്പോൾ ഈ ഇവരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് ഇവർക്ക് ആദ്യം ഈ വയറിൻ്റെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇവരിതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഭക്ഷണക്രമങ്ങളൊന്നും നോക്കിയിട്ടുണ്ടാവില്ല, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുന്നുണ്ടാവില്ല, ഒക്കെ ഫുള്ള് ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് മലബന്ധം തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഇതും ഇതേപോലെ പുറത്ത് പറയാൻ മടിയായിട്ടോ അല്ലെങ്കിൽ എങ്ങനെ ഞാനിത് അവതരിപ്പിക്കും എന്നുള്ള പേടിയിലോ അല്ലെങ്കിൽ ഇത് എനിക്ക് കോമൺ ആയിട്ട് എല്ലാ ദിവസവും ഉള്ളതാണല്ലോ എന്നുള്ള സില്ലി ആയിട്ട് വിടുന്ന ആൾക്കാർ പിന്നീട് ഈ മലബന്ധം പൈൽസായി മാറി എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളായിട്ട് നമ്മുടെ ഒ പിയിൽ വരാറുണ്ട്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നം പൈൽസ് എന്ന് പറയുന്നത്. ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് പറയാൻ മടിയായിട്ട് ഏതെങ്കിലും വയനാട്ടിലൊക്കെ ഒരുപാട് ഏതോ ആദിവാസി ടൈപ്പ് മെഡിസിൻസ് ഒക്കെ കണ്ടുകൊണ്ട് പോകും. എന്തിനാ അങ്ങോട്ടൊക്കെ പോണേ? നമ്മളെ ഈ പോസ്റ്റുമില് കണ്ടിട്ടുണ്ടോ? അതെ. ഏത് റോഡിനും പോസ്റ്റുമില് സൈഡിലുണ്ടാവും. നമ്മള് മൂലക്കുരു. മൂലക്കുരുവിന് ട്രീറ്റ്മെന്റ് ഉണ്ട്, വന്നാ മതി, ഒട്ടിച്ച് സെറ്റാക്കി തരാം എന്ന് പറഞ്ഞിട്ടുള്ള എത്ര ആൾക്കാർ അതിന് പോയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? നമ്മളടുത്ത് വരുന്ന പേഷ്യൻസ് പറയും, പുറത്തൊരാളോട് പറയാൻ പറ്റില്ലല്ലോ പൈസ പോയി എന്നുള്ളത്. അതെ. അതായത് ഇത്രയും അവരത്രയും എത്രയാണോ ചോദിക്കുന്നത് അത് ഞാൻ കൊടുത്ത് പണി വാങ്ങി വന്നതാണ് ഞാൻ. പക്ഷെ പുറത്തൊരാളോട് എനിക്കിത് പറയാത്തോണ്ട് ഞാൻ ആ സങ്കടം സഹിച്ച് നടക്കുകയാണെന്ന് പറയാം. കാരണം ഭയങ്കര വേഴ്സ് ആയ സിറ്റുവേഷൻസ് പലപ്പോഴും സീരിയസ്ലി. ഉണ്ടായിട്ടുണ്ട്. അതായത് സർജറി ഒന്നും ഇല്ലാതെ നോർമലായിട്ട് കഴിയേണ്ട ഒരു തീരേണ്ട ഒരു ഒരു സംഭവം. സംഭവത്തെ ഭയങ്കര മോശമാക്കിയിട്ട് അതിനേക്കാൾ പൈൽസിന്റെ അപ്പുറത്തേക്കുള്ള കോംപ്ലിക്കേഷൻസ് വരെ എത്തിയിട്ടുള്ള വരാറുണ്ട്. അതെ, സിറ്റുവേഷൻസ് തീർച്ചയായിട്ടും. എന്ത് ചെയ്തിട്ടുണ്ട്, അവരെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം എപ്പോഴും ആളുകൾക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നത് ആളുകൾക്ക് എന്ത് ചെയ്യുക, നല്ലപോലെ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോവുക, അതല്ലെങ്കിൽ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് പോവുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഇപ്പോൾ ഈ പൈൽസിന്റെ ബുദ്ധിമുട്ട് പോലെ തന്നെ ആളുകൾക്ക് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ പക്ഷെ അനുഭവിക്കുന്ന പ്രശ്നമല്ല ഈ വായനാറ്റം എന്ന് പറയുന്നത്. കാരണം സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. കോൺഫിഡൻസ്. എവിടെ കോൺഫിഡൻസ് ഭയങ്കര കുറവായിരിക്കും. കാരണം ഒരാളെ മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വായ തുറക്കാൻ പറ്റില്ല, മാസ്ക് ഇട്ടാൽ എപ്പോഴും നടക്കുള്ളൂ. ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചെറുപ്പക്കാരുണ്ട്, ഉം. പ്രായമുള്ള ആളുകളുണ്ട്. എപ്പോഴും വായു ഗുളിക എന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ മുട്ടായികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചവച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഈ വായനാറ്റം മാറാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അധികം ആൾക്കാരും വിചാരിക്കുന്നത് ഈ വായ്നാറ്റം എന്ന് പറയുന്നത് വായിന്റെ മാത്രം പ്രശ്നം കൊണ്ട് ഉണ്ടാവുന്നതാണെന്നാണ്. വായിന്റെ പ്രശ്നമുണ്ട്, പക്ഷെ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് വയറിലുള്ള പ്രശ്നങ്ങൾ, വയറിൽ ഈ ആസിഡ് സെക്രീഷൻ, ഇതേപോലെ GERD പോലുള്ള കംപ്ലയിൻസ്, അതേപോലെ ഈ ഗ്യാസിന്റെ പ്രശ്നങ്ങൾക്കുള്ളവർക്കാണ് കാണാറുള്ളത്. അപ്പോൾ അവർക്ക് താൽക്കാലിക ആശ്വാസത്തിനായിട്ട് നമുക്ക് പറയാവുന്നത് 1-2 ഗ്രാമ്പു കടിച്ച് ചവയ്ക്കാനായിട്ട് പറയാം. അതേപോലെ പെരുംജീരകവും കടിച്ച് ചവയ്ക്കുന്നത് ദഹനത്തിനും നല്ലതാണ്. അതേപോലെ താൽക്കാലികമായിട്ട് വൈനാറ്റത്തിനും ഒരു ആശ്വാസം കൊടുക്കും. ഇപ്പോൾ ഡോക്ടർ നമ്മൾ നേരത്തെ സംസാരിച്ച ഒരു വിഷയമാണല്ലോ ഗുഡ് ബാക്ടീരിയാസ്, ബാഡ് ബാക്ടീരിയാസ്. കാരണം നമ്മളെ വയറ് ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് നമ്മളൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനം തന്നെയാണ്. ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വയറ്റിൽ ഗുഡ് ബാക്ടീരിയാസ് കൂടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പോൾ അതിലൊന്നാമതായിട്ട് പറയാനുള്ളത് നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പം പ്രീബയോട്ടിക്, പ്രോബയോട്ടിക് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ തൈര്, മോര്, അതായത് ചെറിയ പുളിപ്പുള്ള ഈ രണ്ട് സാധനങ്ങൾ കഴിക്കുക, മുളപ്പിച്ച ഭക്ഷണങ്ങൾ കഴിക്കുക, അതേപോലെ തന്നെ ഉപ്പിൽ ഇട്ടത് കഴിക്കുക. അതേപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പുളിപ്പിച്ച ഭക്ഷണങ്ങൾ, അതായത് നമ്മളുടെ ദോശ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വയറിന് ഹെൽത്തിന് വളരെ നല്ലതാണ്. അതായത് ഈ ബാക്ടീരിയാസ് കൂടാൻ വളരെ നല്ലതാണ്. ഇതിൻ്റെ കൂടെ പറയാനുള്ളത്, ഇത് കഴിക്കുന്ന എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഈ പറയുന്ന ഫാസ്റ്റ് ഫുഡ്, മൈദ, വല്ലാണ്ട് എരിവുള്ള സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളത്. ഇത് ഭക്ഷണത്തിൻ്റെ കേസാണെങ്കിൽ ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഒന്ന്, സ്ട്രെസ്സ് റെഗുലേറ്റ് ചെയ്യുക, കുറയ്ക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾ ഉറങ്ങുന്നുണ്ട് എന്നുള്ളത്, അത് കറക്റ്റായിട്ടൊരു 6 to 8 hours നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നുണ്ട് എന്നുള്ളത് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കാണ്ട് ജസ്റ്റ് ഫുഡ് മാത്രം നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ ആക്ച്വലി
നമുക്ക് വിചാരിച്ച ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. നമ്മളെ വയറെപ്പോഴും അവിടെ ഒരു ഡേഞ്ചറിലാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ലപോലെ വയറ്റുന്ന് പോയാൽ നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ? തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു ഈ പറയുന്ന ദഹനം റെഡി ആവുമ്പോഴാണ് ആക്ച്വലി നമുക്ക് നല്ല രീതിയിൽ വയറ്റുന്ന് പോകുന്നത് അല്ലേ? ഈ ദഹനം റെഡി ആവുന്ന പോലെ തന്നെ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട്. എന്താണ്? നമുക്ക് ഹാപ്പി ഹോർമോൺ സെക്രീഷൻ വരുന്നുണ്ട്. നമ്മളെ ഗട്ട് ഹെൽത്തിൻ്റെ ഗട്ടിലാണ് അതിൻ്റെ പ്രൊഡക്ഷൻ വരുന്നത്. അപ്പോൾ ഈ സെറട്ടോണിൻ സെക്രീറ്റഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു റിലാക്സേഷൻ, ആ ഒരു റിലീഫ്, നമുക്ക് നമ്മുടെ ചുറ്റിലുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. സോ ഒബ്വിയസ്ലി അതുകൊണ്ടാണ് നമുക്ക് നല്ലോണം വയറ്റിന് പോയി കഴിഞ്ഞാൽ നമ്മൾ മെൻറ്റൽ റിലാക്സേഷനും നമുക്ക് ആ ഒരു സന്തോഷം ഫീൽ ചെയ്യും എന്ന് പറയുന്നതിൻ്റെ കാരണം. ഇപ്പോൾ അതുപോലെ തന്നെ വയറ് വീർത്ത പ്രശ്നം മാറാനും നമ്മുടെ വയറ്റിലുള്ള ഗ്യാസ് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്കിത് 2 രീതിയിൽ നമുക്ക് നോക്കാം. ഗ്യാസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അതായത് ഇപ്പോൾ കറൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ എപ്പോഴും ഫോൺ നോക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലമുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവനും ഈ ഫോണിലാണ്, നമ്മൾ കഴിക്കുന്നതിലല്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഈ ഗട്ട് ബ്രെയിൻ ആക്സസ് ഇഷ്യൂസ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുമ്പോൾ വായു വിഴുങ്ങുന്നത്, പെട്ടെന്ന് കഴിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബിസി ലൈഫ് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിൽ കഴിക്കാൻ പറ്റുന്നില്ല, ഇനി കിട്ടുന്ന കുറച്ച് സമയത്ത് പെട്ടെന്ന് ഫുഡ് കഴിക്കുക. അങ്ങനെ ആകുമ്പോൾ വായു വിഴുങ്ങാനും ഗ്യാസ് ഉണ്ടാക്കാനും ഒരു കാരണം. ഇനി ഗ്യാസ് വന്ന ആൾക്കാർക്ക് എന്തൊക്കെ റെമഡീസ് വീട്ടിൽ ട്രൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഞ്ചി ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം, ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കാം. അതേപോലെ തന്നെയാണ് ജീരകം 1 സ്പൂൺ എടുത്തിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ കായത്തിൻ്റെ ഒരു കഷ്ണം കഴിക്കുന്നത് നമുക്ക് ഗ്യാസ് കുറച്ച് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതൊരു ഇൻസ്റ്റൻറ്റ് റിലീഫായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആകത്തുക പറഞ്ഞത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലീപ്പ് ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മളെ വയറിൻ്റെ പ്രശ്നങ്ങളും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള മൈഗ്രെയിൻ ആയിക്കോട്ടെ, ഡാൻഡ്രഫിൻ്റെ പ്രശ്നം, ആക്നെ, പിന്നെ മുട്ടുവേദനയുടെ പ്രശ്നങ്ങൾ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്.